ഈഡൻ ഗാർഡൻസിൽ റൺ മഴ പെയ്തു, പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിലാണെന്ന് മാത്രം. സെക്കൻഡ് ഇന്നിങ്സിൽ വിക്കറ്റ് മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 226 റൺ എന്നുള്ള IPL ഈ സീസണിലെ ഹയസ്റ്റ് സ്കോറാണ് സൺറൈസേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നത്. ഒരു കളക്റ്റീവായിട്ടുള്ള ബാറ്റിംഗ് എഫേർട്ട് അവരുടെ ടോപ്പ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരുടെ അടുത്തും നമുക്ക് കാണാനായിട്ട് പറ്റി. എന്നിരുന്നാൽ പോലും ആ ഒരു സ്കോർ ചേസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വിശ്വാസം കഴിഞ്ഞ മാച്ചിൽ 220 റൺ അടിച്ചിട്ടുണ്ടായിരുന്ന കൊൽക്കത്തയ്ക്ക് എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോളം പോകുന്ന താരങ്ങളൊക്കെ ടീമിലുണ്ട്. വെടിക്കെട്ട് തുടക്കം ടീമിന് കൊടുക്കാൻ പറ്റുന്ന ഫിന്നലൻ ഉൾപ്പെടെ ആങ്കർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന രഘുവംശിയും അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെയും ഇനി ലാസ്റ്റ് തകർത്തടിക്കാനാണെന്നുണ്ടെങ്കിൽ സുനിൽ നാരായണനും റിങ്കു സിംഗും ഒക്കെ അടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് നിരക്ക് ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് സൺറൈസേഴ്സ് കൊൽക്കത്തേനെ പിടിച്ചിട്ടാണ് ചെയ്തത്. ഇഷാൻ കിഷന്റെ തീരുമാനങ്ങളെല്ലാം ഇന്ന് പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ഒരു DRS ഡിസിഷനിൽ ഒരു മണ്ടൻ തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാ ഡിസിഷൻസും അദ്ദേഹത്തിന് ഫേവറായിട്ട് വരുന്നതാണ് കണ്ടത്. ടോസ് നഷ്ടപ്പെട്ട് സൺറൈസേഴ്സ് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വെടിക്കെട്ട് തുടക്കമാണ് ടീമിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഹെഡിനാണെങ്കിലും അഭിഷേകിനാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും 21 ബോൾ വീതമാണ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടുപേരും അവിടെ 46ഉം 48ഉം റണ്ണ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വിക്കറ്റ് പോയത് ഹെഡായിരുന്നു തുടക്കത്തിൽ അഭിഷേകിനൊക്കെ കൂടുതൽ ആക്രമിച്ച് കളിക്കുന്നുണ്ടായിരുന്നത്. ഹെഡിൻ്റെ വിക്കറ്റിന് ശേഷം ഇഷാൻ കിഷൻ വന്നെങ്കിലും അഭിഷേക് ശർമ്മയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അടുപ്പിച്ചുള്ള ആ ഒരു വിൻഡോയിൽ കിഷൻ്റെയും അഭിഷേകിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ടായിരുന്ന അനികേതിൻ്റെയും വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 118-ന് 4 എന്നുള്ള രീതിയിൽ അവരൊന്ന് ചെറുതായി ഒന്ന് പരിങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ക്ലാസനും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും കൂടിയിട്ട് ഒത്തുചേർന്നത്. അവരൊരു 50 പാർട്ണർഷിപ്പ് അവിടെ ഫോം ചെയ്തു. അങ്ങനെ കളി മുന്നോട്ട് അവർ നയിച്ചു. ക്ലാസിനാണെങ്കിൽ 50 അടിക്കുകയും ചെയ്തു. നിതീഷ് ഏകദേശം 39ഓളം റൺ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 226 എന്നുള്ള ഒരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് പറ്റി. അവരതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനു മുന്നേ ഈ രണ്ട് സൈഡുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 278 റണ്ണ് സൺറൈസേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുറച്ച് സ്കോറായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ബോളർമാർക്ക് കളി പിടിക്കാനുള്ള ഒരു സ്കോർ ഉണ്ട് എന്ന് തന്നെയാണ് ഇഷാൻ വിചാരിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ കളിയിൽ ബോളിംഗ് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് തിരുത്തിയാണ് അവർ ഈ ഒരു മത്സരത്തിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഓവർ കഴിയുമ്പോൾ തന്നെ 25 റൺസ് KKRന് ചേർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ 24 അടിച്ചിട്ടുണ്ടായിരുന്നത് ഫിന്നലനാണ്. ഡേവിഡ് പെയിൻ എറിഞ്ഞ ഓവറിൽ 3 4ഉം 2 6 അടക്കം 24 റണ്ണ്, 5 ബോളിൽ 24 റണ്ണ് ഫിന്നലൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഇഷാൻ ആദ്യത്തെ ആ ഒരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ഓവർ എറിയാനായിട്ട് അടുത്തൊരു പേസറെ അല്ലെങ്കിൽ ഉനദ്കട്ടിനെയോ അല്ലെങ്കിൽ ഇഷാൻ മലിംഗനെയൊക്കെ കൊണ്ടുവരുന്നതിന് പകരം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ആം സ്പിന്നറായിട്ടുള്ള ഹർഷ് ദുബൈനായിരുന്നു. ഹർഷ് ദുബൈയും വന്നു. ഫസ്റ്റ് ബോളിൽ അജിങ്ക്യ രഹാനെ സിംഗിൾ ഇട്ടിട്ട് ഫിന്നലന് സ്ട്രൈക്ക് കൊടുത്തു. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ 4 അടിച്ചിട്ടുണ്ടായിരുന്നു ഫിന്നലൻ. പക്ഷേ അടുത്ത ബോളിൽ വീണ്ടും 4 അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇഷാൻ കിഷൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലോങ് ഓഫിലേക്ക് ഫീൽഡറെ ഇറക്കി നിർത്തിയപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വന്നതോടുകൂടി കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ട് അടിക്കാനായിട്ടാണ് ഫിന്നലൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഷോട്ട് നേരെ ഹർഷ് ദുബൈയുടെ കയ്യിലേക്ക് പോകുന്നതുകൊണ്ട് അതൊരു ഷാർപ്പായിട്ടുള്ളൊരു ക്യാച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ വന്നുകൊണ്ട് തന്നെ കയ്യിൽ സ്റ്റിക്ക് ചെയ്തതാണ് ബോൾ. അങ്ങനെ 6 ബോളിൽ 28 റൺ എടുത്തിട്ടുണ്ടായിരുന്ന ഫിന്നലൻ 7ാമത്തെ ബോളിൽ ഔട്ടായി. അതായത് ഔട്ടാകുന്ന സമയത്ത് 30 റണ്ണ് കൊൽക്കത്തയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ 28 അടിച്ചിട്ടുണ്ടായിരുന്നത് ഫിന്നലനായിരുന്നു. ഒരു സമയത്ത് അതായത് 6 ബോളിൽ 28 റൺ അടിച്ചിരിക്കുന്ന സമയത്ത് ക്രിസ് ഗെയിലിൻ്റെ ആയാലും യുവരാജ് സിംഗിൻ്റെ ആയാലും ആ ഒരു 12 ബോളിൽ 50 എന്നുള്ള റെക്കോർഡിന് ഒരു ഭീഷണിയാവുമോ എന്ന് തോന്നിച്ച സമയത്താണ് ഫിന്നലൻ്റെ വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ട്രെൻഡ് അവരുടെ ഇന്നിങ്സിലുടനീളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതായത് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് വിക്കറ്റുകൾ തന്നെ നഷ്ടമായി. അജിങ്ക്യ രഹാനെക്ക് കഴിഞ്ഞ കളിയിൽ നല്ല രീതിയിൽ ആങ്കർ ചെയ്ത് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ ഒരു കളിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഫോം കണ്ടെത്താനായിട്ട് പറ്റില്ല. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചുറി കളീനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്ത പോലെയാണ് രഹാനെ കളിക്കുന്നുണ്ടായിരുന്നത്. രഹാനെ ആകെ 8 റൺ എടുത്തിട്ട് പുറത്തായി. അതിനുശേഷമാണ് കാമറൂൺ ഗ്രീനും രഘുവംശിയും ഒരുമിച്ച് കളിക്കാനായിട്ട് തുടങ്ങിയത്. രഘുവംശി ആയിരുന്നു അതിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്, റൺ എടുക്കുന്നുണ്ടായിരുന്നത്. ഇനി അതിനിടയിലാണ് വളരെ അൺലക്കി ആയിട്ടുള്ള സംഭവം കൊൽക്കത്തയുടെ ഇന്നിങ്സിൽ സംഭവിക്കുന്നത്. 3 ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു റണ്ണൗട്ടിൻ്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് രഘുവംശി രക്ഷപ്പെട്ട് പോകുന്നതാണ് കണ്ടത്. തൊട്ടടുത്ത ബോളിൽ തന്നെ റണ്ണൗട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യം രഘുവംശി ഔട്ടായെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാറ്റ്സ്മാൻമാർ ക്രോസ് ചെയ്യാത്തതുകൊണ്ട് കാമറൂൺ ഗ്രീനാണ് ഔട്ടായിട്ടുള്ളത്. ഇനി ഗ്രീനിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കോടി പ്രൈസ് ടാഗിൽ കൊൽക്കത്ത ടീമിൽ വന്നിട്ട് ബോളിംഗ് ചെയ്യില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി. എന്തായാലും കുറച്ച് മത്സരങ്ങളിലേക്ക് അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ പറ്റില്ല, ലോവർ ബാക്ക് ഇഞ്ചറി കാര്യങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ ഈ മോശം ഫോം അദ്ദേഹത്തിൻ്റെ പുറത്ത് വരുന്ന ഒരു പ്രഷർ ചെറുതൊന്നും ആയിരിക്കില്ല. പിന്നീട് രഘുവംശിയുടെ കൂടെ
റിങ്കു വന്നപ്പോൾ അവരൊന്നൊരു താളം കണ്ടെത്താനായിട്ട് ഇന്നിങ്സിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് രഘുവംശി ആണെങ്കിൽ 50 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. റിങ്കുവിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത അൺലക്കി സംഭവം വരുന്നത്. പക്ഷേ ഈ അവസരത്തിൽ രഘുവംശി രക്ഷപ്പെട്ടു പോകുന്നില്ല. രഘുവംശിയുടെ വിക്കറ്റ് പോവാണ് റണ്ണൗട്ടായിട്ട്. ഈ ഒരു മൊമെൻ്റ് ആയിരുന്നു മത്സരത്തിലെ ആ ഒരു ടേണിംഗ് പോയിന്റ്. അതിനുശേഷം കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ പാകത്തിനായിട്ടുള്ള പ്ലെയേഴ്സോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. രമൺദീപ് സിംഗ് ഉണ്ടായിരുന്നു, അനുകൂൽ റോയും അതുപോലെ തന്നെ സുനിൽ നാരായണൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഇന്നിങ്സോ കോൺട്രിബ്യൂഷൻ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല. റിങ്കു സിംഗ് ഒരു സൈഡിൽ അടിക്കാനായിട്ട് ശ്രമിച്ച ഒരു 35 റണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനഫ് ആയിരുന്നില്ല. ആ 226 എന്നുള്ള സ്കോറിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടി എഫേർട്ട്, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസോ കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് വരണമായിരുന്നു. ഈ മിഡിൽ ഓവറുകളിൽ നന്നായി ബോൾ എറിഞ്ഞ ജയ്ദേവ് ഉനദ്കട്ടും ഇഷാൻ മലിംഗയും കൂടിയിട്ട് 7 റൺ റേറ്റിൽ അവരെടുത്തത് 5 വിക്കറ്റാണ്. 5 ഓവറാണ് അവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 വിക്കറ്റുകൾ വളരെ ക്രൂഷ്യലായിരുന്നു കളിയിൽ. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും 2 ഓവറിൽ 17 റണ്ണിന് 2 വിക്കറ്റ് എടുത്തിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് ആയത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊൽക്കത്ത ഇന്നിങ്സ് 16 ഓവറിൽ 161 റണ്ണിന് 10 വിക്കറ്റും പോകുന്നതാണ് കണ്ടത്. 2012 ശേഷം കൊൽക്കത്ത ആദ്യത്തെ 2 കളി തോറ്റ് തുടങ്ങുന്നത് ഇപ്പോഴാണ്. 65 റൺസിന്റെ വിജയത്തോടു കൂടി സൺറൈസേഴ്സിന് അവരുടെ ആ ഒരു നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റി. അതുപോലെ തന്നെ IPL പോയിന്റ് ടേബിളിലെ അക്കൗണ്ട് തുറക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ സൺറൈസേഴ്സിന് ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.